നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 337ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് രാജാവിനെ പ്രണയിച്ച സുന്ദരി ചെല്ലമ്മ എന്ന സ്ത്രീരത്നത്തെക്കുറിച്ചിട്ടാണ്. ചരിത്രവും പഠനവും ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് നിരവധി തവണ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരവധി തവണ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. ഒറ്റ തവണ മാത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള രാമനാമഠം എന്നുള്ള കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ നിന്നും അമ്പലത്തിലേക്ക് കയറാൻ പോകുന്ന ആ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവർക്ക് ഒരു 10 രൂപ അവർക്ക് വെച്ച് നീട്ടി. അവർ എന്നോട് പറഞ്ഞു, കുഞ്ഞേ, എനിക്ക് കാശിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നിരസിച്ചു. ആ ഒന്ന് മാത്രമേ ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു 100-200 എണ്ണിയാൽ തീരില്ല പച്ച കസവ് മുണ്ടും പച്ച നേരിയതും മുലക്കച്ച കെട്ടി നിറയെ ആഭരണങ്ങൾ, കയ്യിലും നിറയെ വളയുമൊക്കെ ഇട്ട് ഒരു ബാണ്ടക്കെട്ടുമായി, ഒരു തുണിക്കെട്ടുമായി അവർ നടന്നു പോകുന്നതും അവിടെ ആയിട്ടിരിക്കുന്നതും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചരിത്രരേഖകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള അതിസുന്ദരിയായ ഒരു സ്ത്രീരത്നം. ഏതോ ഒരു അഭിശപ്ത നിമിഷത്തിൽ അവരുടെ മനസ്സിന് വിഭ്രാന്തി ഉണ്ടായോ എന്നെനിക്കറിയില്ല. സ്കൂൾ അധ്യാപികയൊക്കെ ആയിരുന്നു. സൗന്ദര്യത്തിൻ്റെ നിദർശനം ഒരു താമരപ്പൂവ് നമ്മൾ കണ്ടാൽ അതിനുള്ള സൗന്ദര്യം എത്രയാണ്, അതിനും ഭയങ്കരമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീരത്നം. എത്രയോ കാലം കഴിഞ്ഞ് മുടിയെല്ലാം നരബാധിച്ചിട്ടും അവരുടെ മുഖത്തെ പ്രസരിപ്പിനും ആ മുഖത്തെ സൗന്ദര്യത്തിനും നോട്ടത്തിനും ഭാവത്തിനുമെല്ലാം നമ്മുടെ മനസ്സിൽ തോന്നുന്നതിനപ്പുറമാണ്. അവരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഞാനൊരു നോവൽ എഴുതി തുടങ്ങിയിട്ട് 6 കൊല്ലമായി. അത് പൂർത്തിയാക്കാനേ കഴിയാത്ത ഒരു അവസ്ഥ. ഏകദേശം 10-12 അധ്യായം എഴുതി കഴിഞ്ഞു. ആ നാമത്തിലല്ലെങ്കിലും അതിൻ്റെ ചില ത്രെഡുകൾ വെച്ച് ഒരു അതിമനോഹരമായ ഒരു സ്നേഹത്തിൻ്റെ കഥ പറയാൻ ശ്രമിച്ചൊടുവിൽ ആ പദ്ധതി തന്നെ ഞാൻ ഉപേക്ഷിച്ചു. പക്ഷേ ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു സുന്ദരി.